അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫാണ് നമ്മൾ തജ്വീദ് സഹിതം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8 ആയത്ത് വരെ ഓതി തജ്വീദ് മനസ്സിലാക്കി അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് 9ാമത്തെ ആയത്ത് മുതൽ ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. തജ്വീദ് ഒന്ന് നോക്കാം. അം ഹസിബ്ത, അം മീമിനെ ഇവിടെ വ്യക്തമാക്കി ഓതണം കേട്ടോ. അം ഹസിബ്ത, ഹ ഹ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഹ ആണ്, ഹസിബ്ത എന്ന് ഓതരുത്. ഹസിബ്ത, ബ കൽക്കലയുടെ ലെറ്റർ ആണ്, ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. ബ് ഹസിബ്ത അന്ന, നൂൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, നന്നായിട്ട് മണിച്ച് ഓതി കൊടുക്കുക കേട്ടോ. അന്ന അസ്ഹാബ, അസ് സ്വാദിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി. സ്വാദ് കൽക്കലയുടെ ലെറ്റർ അല്ല. ഓക്കെ, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. അസ്ഹാബൽ കഹ്ഫി, കഹ്ഫി, കാഫിന് എപ്പോഴും ഒരു ചെരിവ് വേണമെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ? കഹ്ഫി, ഹന് ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. കഹ്ഫി എന്ന് ഓതരുത്. കഹ് കഹ്ഫി, കഹ്ഫി വറഖീമി, റോയിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് കൊടുക്കുക. ഹംസത്തുൽ വസലിന് ഇവിടെ ശബ്ദമില്ലല്ലോ, നമുക്കറിയാവുന്നതാണ് അല്ലേ? ആയത്തിൻ്റെ നടുക്ക് വരുമ്പോൾ ഹംസത്തുൽ വസലിന് ശബ്ദമില്ല, കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുക ചെയ്യാം. വറഖീമി, യാ മദ്ദുണ്ട്, ഒന്ന് രണ്ടനക്കം നീട്ടി കൊടുക്കുക. വറഖീമി കാനൂമിൻ, കാനൂമിൻ, മിൻ നൂൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, അവിടെ ഇൽഹാർ ചെയ്യുക, നന്നായിട്ട് വ്യക്തമാക്കി ഓതുക. മിൻ എന്ന് വ്യക്തമായിട്ട് ഓതുക കേട്ടോ. മിൻ ആയതിന, ആയ ഹംസ കഴിഞ്ഞിട്ട് അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും സാധാരണ മദ്ദാണ്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ആയതിന, നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ? ആയതിന അജബ, അജബ നിർത്തുമ്പം ബിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടാണ് വഖഫ് ചെയ്യുന്നത്, അവിടെ രണ്ടനക്കം നീട്ടിയിട്ട് വേണം ഓതി നിർത്താൻ. ഓക്കെ, 10ാമത്തായ. إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ഓക്കെ, തജ്വീദ് ഒന്ന് നോക്കാം. ഇദ് ദാലാണ്, ദാലിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, ഹഫ് സുക്കൂനാണ് കൊടുത്താൽ മതി. ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ഇദ് ദാല്, ചില ആളുകൾക്ക് ഇസ് എന്നുള്ള ശബ്ദം വരുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ നാവിൻ്റെ അറ്റം മുകളിലുള്ള പല്ലിൻ്റെ അറ്റത്തിൽ തട്ടണം. ഓക്കെ, ഇദ് അപ്പോഴേ അത് കറക്റ്റായിട്ട് ദാല് നമുക്ക് ഓതാൻ പറ്റുള്ളൂ. ഇദ് അവൽ ഫിത്യതു, ഇവിടെ തൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, അപ്പോൾ അവിടെ ഹഫ് സുക്കൂന് കൊടുത്താൽ മതി. ഫിത്ത് എന്ന് പറയില്ല, ഫിത്ത്. ഓക്കെ, ഫിത്ത്, ഇവിടെ ഒരു യാ കണ്ടോ നിങ്ങൾ? ഔവ, അവിടെ ഒരു യാ മദ് ഉണ്ട് അല്ലേ? നീട്ടാനുള്ള മദ് ചെയ്യാനുള്ളതുണ്ട്, പക്ഷെ നമ്മളവിടെ യാന് മദ് ചെയ്യില്ല. കാരണം എന്താണെന്നറിയോ? ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നീട്ടാനുള്ള മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല, കൂട്ടി ചേർത്ത് ഓതി പോവുക ചെയ്യുക കേട്ടോ. ഓക്കെ, അത് ഓർമ്മ വേണം എപ്പോഴും. അപ്പോൾ ഇദ് അവൽ ഫിത്യതു, ഫിത്ത് കാറ്റ് പോകുന്ന രൂപത്തിൽ തഇനെ പറയണം കേട്ടോ. ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലു, ഇലൽ കഹ്ഫി ഫഖാലു, ഖാഫിനെ ഖാഫ് ഇവിടെ സാധാരണ മദ്ദാണ്, നീട്ടാനുണ്ട്, വാവ് മദ്ദും ഉണ്ട്. അപ്പോൾ ഫഖാലു രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. റബ്ബന ആതിന, ഒരു പദത്തിൽ മദ്ദു വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഇവിടെ ഏതാണ് നിയമം? മദ് മുൻഫസിൽ, രണ്ടനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കുക. ഓക്കെ, ആതീന, ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടണം കേട്ടോ. ആതീന മിൻ ലദുൻക, നൂനിന് ശേഷം വന്നിരിക്കുന്ന ലെറ്റർ ലാം ആണ്,
അല്ലേ? നമ്മൾ പഠിച്ചതാണ് സക്കിനായ നൂനിനും തെൻവീനും ശേഷം ലാമ് റോ ഈ 2 ലെറ്റേഴ്സ് വന്നാൽ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ മണിക്കാൻ പാടില്ല. എങ്ങനെ ഓതുക? മില്ലദുൻക എന്നിങ്ങനെ ഓതണം. ഇതിനൊരു പേരും നമ്മൾ പഠിച്ചതാണ്. ഇദ്ഗാം ബിലാ ഉന്ന. ഇദ്ഗാം ചെയ്യുക, കൂട്ടിച്ചേർക്കുക. ബിലാ ഉന്ന, ഉന്നത്തില്ലാതെ കൂട്ടിച്ചേർത്ത് ഓതുക. ഓക്കെ, മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുക. മില്ലദുൻക, നൂൻ്റെ മുകളിൽ സുക്കൂനില്ല. ഇവിടെ ഏതാ നിയമം? ഇഖ്ഫ ആണ് അല്ലേ? മറച്ചു മണിച്ചോദനം. ഓക്കെ. ലദുൻക റഹ്മതൻ വ തൻവീനു ശേഷം വൗ വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്തോദനം. ഓക്കെ. റഹ്മതൻ വഹയ്യി, യഇന് ശ്രദ്ധയുണ്ട്, യഇനെ ഒന്ന് കനപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ. പിന്നെ വവിൻ്റെ നിയമം നമുക്കറിയാലോ അല്ലേ? ചുണ്ട് വട്ടത്തിലാക്കിയിട്ട് വേണം വ എന്ന് ഉച്ചരിക്കാൻ. ഓക്കെ. അവിടെ പച്ച കളറിൽ കൊടുത്ത് കണ്ടോ? വവിനെ പ്രത്യേകമായിട്ടും എന്ത് ചെയ്യണം? വ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. വഹയ്യ്, ഇവിടെ ഹംസയുണ്ട്, ഹംസൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. വഹയ്യ് ലന മിൻ, നൂൻ്റെ മുകളിൽ കറക്റ്റ് സുക്കൂന് വന്നിട്ടുണ്ടല്ലോ, അവിടെ ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കി മിൻ എന്ന് ഓതണം കേട്ടോ. മിൻ അംരിന, മിൻ അംരിന, അംരിന 2 അനക്കം നീട്ടി ഓതണേ. അലിഫ് മദ് വന്നിട്ടുണ്ട്. അംരിന റഷദ, റഷദ, റഷദ അല്ല, റ അല്ല കേട്ടോ, റോ. എപ്പോഴും റോ ഇനെ നമ്മൾ ശ്രദ്ധിക്കണം. റഷദ. ഓക്കെ. നിർത്തുമ്പം ഒരു അലിഫ് മദ്ദിലാണ് നിർത്തുന്നത് അല്ലേ? അപ്പം നമ്മളവിടെ 2 അനക്കം നീട്ടിയിട്ട് വേണം വഖഫ് ചെയ്യാൻ. ഓക്കെ. 11-ാമത്തെ ആയത്ത്. فضربنا على آذانهم في الكهف سنين عددا. ഓക്കെ. തജ്വീദ് ഒന്ന് നോക്കാം. ഫضربന, ضاد എപ്പോഴും ശ്രദ്ധിക്കണം, ഉയർത്തി പറയണം കേട്ടോ. ضاد വായ ഇങ്ങനെ നിറഞ്ഞു വരികയും വേണം. ഫضربന, ബഇന് സുക്കൂനുണ്ട്, കൽക്കലയുടെ ലെറ്റർ അല്ലേ ബ, ഫുള്ള് സുക്കൂന് കൊടുക്കണം കേട്ടോ. ഫضربന അലാ ആദാനിഹിം, മദ് മുൻഫസിലാണ് അല്ലേ? ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. മദ് മുൻഫസിൽ 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കുക. ഓക്കെ. ആദാനിഹിം, ഇവിടെയൊക്കെ സാധാരണ മദ്ദാണ്, അലിഫ് മദ് വന്നിട്ടുള്ളത്. 2 അനക്കം നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. ആദാനിഹിം ഫിൽ കഹ്ഫി, ഫിൽ ഫിൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അവിടെ നീട്ടി ഫീ എന്ന് നീട്ടി ഓതില്ല. കാരണം എന്താണെന്നറിയോ? ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നമ്മൾ പഠിച്ചതും പറഞ്ഞതും ഒക്കെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എപ്പോഴും ഇത് ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ ഫി എന്ത് ചെയ്യും? ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നീട്ടാനുള്ള മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല, കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും കേട്ടോ. ഫിൽ കഹ്ഫി സിനീന, സിനീന യാ മദ് 2 അനക്കം നീട്ടണേ. സിനീന അദദ, അദദ ഐന് ശ്രദ്ധിച്ച് ഉച്ചരിക്കുക കേട്ടോ. അതതായി പോവരുത്. ആ തൊണ്ടയുടെ നടുക്ക് നിന്ന് വരുന്ന അക്ഷരം. അദദ 2 അനക്കം നീട്ടി ഓതി നിർത്തുക. ഓക്കെ. 12-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. ഓക്കെ. തജ്വീദ് ഒന്ന് നോക്കാം. സുമ്മ, മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, നന്നായിട്ട് മണിച്ചു കൊടുക്കണം. നൂനിൻ്റെ മുകളിലും മീമിൻ്റെ മുകളിലും ശ്രദ്ധ വരുമ്പോൾ നന്നായിട്ട് മണിച്ചു കൊടുക്കണം കേട്ടോ. സുമ്മ, സൻ്റെ ഉച്ചാരണം നമ്മൾ പറഞ്ഞതാ അല്ലേ? നമ്മൾ പല്ലിൻ്റെ ഇടയിലൂടെ, നാവിൻ്റെ ഇടയിലൂടെ കാറ്റ് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രൂപത്തിലാവണം നമ്മൾ പറയേണ്ടത്. സുമ്മ. ചില ആളുകൾ സുമ്മ എന്ന് ഓതിപ്പോവും. സുമ്മ എന്ന് ഓതരുത്, അപ്പം അവിടെ മീനിങ് തന്നെ മാറിപ്പോവും കേട്ടോ. സുമ്മ. ഓക്കെ. ബഅസ്നാഹും, ബഅസ് ഇവിടെ സന് സുക്കൂന് വന്നിട്ടുണ്ട്. അതും ഇതുപോലെ കാറ്റ് പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ വേണം സ് എന്ന് ഉച്ചരിക്കാനായിട്ട്. ബഅസ്, ബഅസ്. ഓക്കെ. ബഅസ്നാഹും ലിനഅലമ,
ഇവിടെ ഐന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. നഅലമ എന്ന് ഓതരുത്. നഅലമ ന ന ഓക്കെ. നഅലമ. അയ്യുൽ യന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കണേ. അയ്യുൽ ഹിസ്ബൈനി ഹിസ് ഹിസ്. സന് സുക്കൂന് വന്നിട്ടുണ്ട്, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി. ഹിസ് ഹിസ്ബൈനി ഓക്കെ. ഹിസ്ബൈനി. അഹ്സ. ഇവിടെ ഹന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂനാണ് ഓക്കെ. ഇവിടെയൊക്കെ അഹ്സ എന്ന് ഓതരുത് കേട്ടോ. അഹ്സ അഹ്സലിമ അഹ്സ. ഇവിടെ രണ്ടനക്കം നീട്ടിക്കൊടുക്കണം കേട്ടോ. സാധാരണ മദ് ലിമ. ഇവിടെയും അതേപോലെ തന്നെ സാധാരണ മദ്. അഹ്സലിമ. ലബിസു ലബിസു അമദ. ലബിസു ലബിസു അമദ. ഇവിടെ നോക്കൂ, ഒരക്ഷരത്തിൽ മദ്, ഒരക്ഷരത്തിൽ മദ്ദക്ഷരം വന്നിട്ടുണ്ട്, മറ്റൊരു പദത്തിൽ ഹംസയും അല്ലേ. അപ്പം നമ്മൾ മദ് മുൻഫസിലാണ്, നമുക്കറിയാം അല്ലേ, മദ് മുൻഫസിലാണ്. അവിടെ 2 മുതൽ 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഓക്കെ. അമദ അമദ എന്ന് പറഞ്ഞ് അലിഫിലാണ്, അലിഫ് മദ്ദിലാണ് അവിടെ നിർത്തുന്നത്, വഖഫ് ചെയ്യുന്നത്. ഓക്കെ. അവിടെ 2 അനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.